അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് മഗ്‌രിബോട് കൂടി നമ്മിലേക്ക് കയറി വരുന്നത് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ ഈ ആദ്യത്തെ 10 ദിവസങ്ങളിലെ പ്രഗൽഭമായ ഒരു പൂർഷിയാക്കപ്പെട്ട രാവാണ്. അതായത് ലൈലത്തുൽ തർവിയ. ഈ ദുൽഹിജ്ജ മാസത്തിലെ ഈ രാവിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് നാം എല്ലാവരെയും അല്ലാഹു കാക്കട്ടെ. രോഗങ്ങൾ ഉള്ളവരുടെ രോഗം അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ ശിഫയാക്കി കൊടുക്കട്ടെ. കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ അല്ലാഹു വീട്ടിക്കൊടുക്കട്ടെ. ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കാക്കട്ടെ. നമ്മുടെ എല്ലാ മുറാദുകളും ഈ രാവിൻ്റെ ബറക്കത്ത് കൊണ്ട് എളുപ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അത് നിറവേറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിക്റാണ്. ഈ ദിക്ർ നിങ്ങൾ ഇന്നത്തെ ഈ രാവിൽ, അതായത് ഇന്ന് മഗ്‌രിബോട് കൂടി നമ്മിലേക്ക് കടന്നു വരുന്ന യൗമുത് തർവിയ, ഈ രാവിൽ നിങ്ങൾ ഇത് 100 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും എത്ര വലിയ പ്രയാസമാണെങ്കിലും അത് നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ദുആക്ക് ഇജാബത്തുണ്ട്. ദുആക്ക് ഇജാബത്തുള്ള ഒരു രാവാണ് ഇത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ, പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ഇന്ന് രാവിലെ നിങ്ങൾ അല്പസമയം ഈ ദിക്ർ ചൊല്ലാൻ വേണ്ടി മാറ്റിവെച്ചാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ ആ പ്രയാസങ്ങൾ മാറി നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഈ ദിക്ർ ചൊല്ലിയത് ആ ഉദ്ദേശം ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തരും. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി തരട്ടെ. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ രാവുണ്ടല്ലോ, ലൈലത്തുൽ തർവിയ, വളരെ പൂരിഷിയാക്കപ്പെട്ട ഒരു രാവാണ്. ഈ രാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നാൽ ഇന്നത്തെ ഈ രാവിന് ലൈലത്തുൽ തർവിയ എന്ന പേര് വരാൻ കാരണം, അതിൻ്റെ പ്രധാന കാരണം ഇതാണ്. സയ്യിദിന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തൻ്റെ മകനെ വലിയറക്കണം എന്ന് സ്വപ്നത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല കാണിച്ചു കൊടുത്ത ഒരു രാവാണ് ഈ ലൈലത്തുൽ തർവിയ. അതുകൊണ്ടാണ് ഈ രാവിന് ലൈലത്തുൽ തർവിയ എന്ന പേര് വരാൻ കാരണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ രാവിനെക്കുറിച്ച്, ലൈലത്തുൽ തർവിയ എന്ന ഈ രാവിനെക്കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ് എന്നറിയണ്ടേ? 5 രാത്രികളെ ഹയാത്താക്കിയാൽ, അതായത് 5 രാത്രികളിൽ നമ്മൾ ഉറങ്ങാതെ അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് വേണ്ടിയിട്ട് ധാരാളം ഇബാദത്ത് എടുക്കുക, നിസ്കരിക്കുക, പരിശുദ്ധ ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, ദുആകൾ അധികരിപ്പിക്കുക. ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ 5 രാത്രികളിൽ ധാരാളം ഇബാദത്ത് എടുത്താൽ, ഹയാത്താക്കിയാൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? അവർക്ക് സ്വർഗം ഉറപ്പാണ് എന്നാണ്. അതായത് അവർക്ക് സ്വർഗം കൊടുക്കും, സ്വർഗം കൊടുത്തേക്കാം, കൊടുക്കുമായിരിക്കും, അങ്ങനെയൊന്നുമല്ല, സ്വർഗം ഉറപ്പാണ് എന്നാണ് മുത്തുനബി പറഞ്ഞത്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 5 രാത്രികളെ നിങ്ങൾ ഒന്ന് പരിഗണിച്ചാൽ, ഒന്ന് ഹയാത്താക്കിയാൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ്, നിർബന്ധമാണ് എന്ന് പറഞ്ഞ ആ 5 രാത്രികളിൽ 3 രാത്രി ഈ പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിലാണ്. ഈ ദുൽഹിജ്ജ മാസത്തിലെ ഈ ആദ്യത്തെ 10 ദിവസങ്ങളിലെ ഇന്നത്തെ ദിവസമാണ് ഒന്ന്. അതായത് ഇന്ന് ദുൽഹിജ്ജ 8-ൻ്റെ രാവ്, രണ്ടാമത്തേത് ദുൽഹിജ്ജ 9-ൻ്റെ രാവ്, അതായത് അറഫ രാവ്, മൂന്നാമത്തേത് ദുൽഹിജ്ജ 10-ൻ്റെ രാവ്. ഈ 3 രാവുകളിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ ഒന്ന് പരിഗണിച്ചാൽ, നിങ്ങൾ ഒന്ന് പരിശ്രമിച്ചാൽ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് വേണ്ടിയിട്ട് ഈ രാവുകളിൽ ധാരാളം ഇബാദത്ത് എടുത്താൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ് എന്ന്, സ്വർഗം നിർബന്ധമാണ് എന്ന് പറഞ്ഞത്. ആ ഒരു രാവാണ് ഇന്നത്തെ നമ്മിലേക്ക് കടന്നു വരുന്ന ഈ യൗമുത് തർവിയ എന്ന ഈ രാവ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്ന ഈ ഓഫർ, ഇത്തരത്തിലുള്ള അവസരങ്ങൾ
സ്വർഗം നമുക്ക് ഉറപ്പായും നൽകും എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ രാവ് നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. ഈ രാവിൽ നിങ്ങൾ ധാരാളം പരിശുദ്ധ ഖുർആൻ ഓതുക, ദിക്റുകൾ ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക, നിസ്കാരം അധികരിപ്പിക്കുക. ഇനി സ്ത്രീകൾക്കൊക്കെ അമൽ ചെയ്യാൻ പറ്റാത്തവർ, അശുദ്ധിയുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ദിക്റുകൾ അധികരിപ്പിക്കുക, സ്വലാത്ത് ചൊല്ലുന്നത് ധാരാളമാക്കുക, ദുആ ചെയ്യുന്നത് ധാരാളമാക്കുക. എന്നാൽ നിങ്ങൾക്ക് ഈ പ്രതിഫലമൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഈ രാവിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് ഖൈറും ബറക്കത്തും നൽകുന്നുണ്ട് എന്നാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കരസ്ഥമാക്കാൻ ഈ രാവിനെ നിങ്ങൾ ഒന്ന് പരിഗണിക്കുക, ഹയാത്താക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ രാവിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ദുആക്ക് ഇജാബത്ത് ഉറപ്പായിട്ടുള്ള ഒരു രാവാണിത്. ഇന്നത്തെ ഈ രാവിൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങളൊക്കെ നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അത് അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരും. എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു ദിക്ർ പറഞ്ഞു തരുന്നുണ്ട്. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്താൽ ആ ദുആയുടെ ഇജാബത്ത് ഇരട്ടിയാകും. ഈ ദിക്ർ അശുദ്ധിയുള്ള സ്ത്രീകൾക്കും എല്ലാവർക്കും ചൊല്ലാം. അതുപോലെ ദുആ ചെയ്യുന്നതിന് ആർക്കും തടസ്സമില്ല. എല്ലാവർക്കും ദുആ ചെയ്യാം, ദുആ അധികരിപ്പിക്കാം. ദുആയിൽ നമുക്ക് എന്തും ചോദിക്കാം അള്ളാഹുവിനോട്. നമ്മുടെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതൊക്കെയും നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം. നമ്മൾ ചോദിക്കുന്നത് ഹലാലായ കാര്യമായിരിക്കണം എന്ന് മാത്രം. എന്നാൽ ഇൻഷാ അല്ലാഹ് അത് എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അത് നമുക്ക് ഖൈറാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അത് നിറവേറ്റി തരിക തന്നെ ചെയ്യും. കാരണം അത്രക്കും വലിയ പോരിശയാക്കപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ രാവിൽ നിങ്ങൾ പ്രധാനമായിട്ടും അള്ളാഹുവിനോട് ദുആ ചെയ്ത് ചോദിക്കേണ്ടത് പരിശുദ്ധമായ സ്വർഗത്തെയാണ്. അതായത് നമുക്ക് ദുനിയാവ് മാത്രം പോരല്ലോ, നമുക്ക് പ്രധാനമായിട്ടും നിർബന്ധമായിട്ടും വേണ്ടത് നാളെ പരലോക ജീവിതമാണ്, പരലോക വിജയമാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നമുക്ക് വേണം. അതുകൊണ്ട് സ്വർഗത്തെ ഇന്ന് നിങ്ങൾ ധാരാളം ചോദിക്കുക. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന ഈ ദിക്ർ നിങ്ങൾ ധാരാളം ചൊല്ലുക. അതുപോലെ നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ധാരാളം ചൊല്ലുക. ഈ ഒരു ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിക്കുന്നത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കുക മാത്രമല്ല, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സാമ്പത്തിക അഭിവൃദ്ധി നൽകും, സാമ്പത്തിക പ്രയാസങ്ങൾ മാറ്റിത്തരും. അതുപോലെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണോ നിങ്ങൾ? കുന്നോളം കടം കൊണ്ട് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണോ? എന്നാൽ അതിനൊക്കെയും പരിഹാരമുണ്ട്. അതുപോലെ വിവാഹം ശരിയാകാതെ പ്രയാസപ്പെടുന്നവരാണോ? നിങ്ങൾക്ക് അനുയോജ്യമായ ഹയറായ ഭർത്താവിനെ നിങ്ങൾക്ക് ലഭിക്കാൻ, ഭാര്യയെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ മതി. അതുപോലെ മക്കളില്ലാത്തവർ സ്വാലിഹായ സന്താനങ്ങളെ ലഭിക്കാൻ, വീടില്ലാത്തവർക്ക് സ്വന്തമായിട്ട് നല്ലൊരു ഹയറായ വീട് ലഭിക്കാൻ, വാഹനം ആഗ്രഹിക്കുന്നവർ സാമ്പത്തികമായിട്ട് ഐശ്വര്യമുണ്ടാകാൻ, നല്ല ജോലി ഉണ്ടാകാൻ, ബിസിനസ് നമ്മുടെ കച്ചവടം നല്ല ഉയർച്ചയിലാകാൻ, അതുപോലെ തന്നെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ, രോഗങ്ങൾ മാറിക്കിട്ടാൻ, നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളായ മക്കളാകാൻ, ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകാൻ, കുടുംബത്തിൽ ബർക്കത്തുണ്ടാകാൻ, നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകാൻ, ഇങ്ങനെ തുടങ്ങിയ നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ, ആവശ്യങ്ങളുണ്ടോ, ലക്ഷ്യങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഇന്നത്തെ ഈ രാവിൽ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് നമുക്ക് നേടിയെടുക്കാം. ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അത് നമുക്ക് ഖൈറാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അത് നടത്തി തരും, നമുക്കത് സാധിപ്പിച്ചു തരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ നിറവേറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഈ രാവിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റുകളുടെ രാജാവായ അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഈ ദിക്ർ നിങ്ങൾ ഇന്നത്തെ രാവിൽ 100 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് നിങ്ങൾ എന്ത് തന്നെ കാര്യങ്ങൾ ചോദിച്ചാലും അത് നിങ്ങൾക്ക് ഹൈറാണെങ്കിൽ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ നൽകുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ പ്രതിസന്ധിയോ അപകടങ്ങളോ ആപത്ത് മുസീബത്തോ വരുന്നില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് എത്ര വലിയ ആഗ്രഹമാണ് നിങ്ങളുടേതെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇന്നത്തെ രാവിൽ ദുആ ചെയ്യാൻ മടിക്കേണ്ട. ഇന്നത്തെ ദിവസം നമുക്ക് ദുആ ചെയ്യാനുള്ളൊരു അവസരമുണ്ടാവുക എന്നത് തന്നെ വലിയൊരു മഹാഭാഗ്യമാണ്. അതായത് എത്രയോ ആളുകൾ ഇന്ന് ദുആ ചെയ്യണം, ഒരുപാട് ഇബാദത്ത് എടുക്കണം, പരിശുദ്ധമായ സ്വർഗം അള്ളാഹുവിനോട് ചോദിക്കണം, ഇന്നത്തെ ഈ രാവിൻ്റെ എല്ലാ പോരിശകളും കരസ്ഥമാക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് ചിന്തിച്ച് അതിനു വേണ്ടിയിട്ട് കാത്തു നിൽക്കും. എന്നാൽ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ അവർക്ക് ആ സമയത്ത് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരില്ല. അതിന് കാരണം എന്താണ്? അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അതിന് ഭാഗ്യം നൽകിയിട്ടില്ല എന്ന്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഈ രാവിൻ്റെ എല്ലാ പോരിശകളും കരസ്ഥമാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ഈ ദിക്റിൻ്റെ ബർക്കത്ത് കൊണ്ടും ഈ രാവിൻ്റെ ബർക്കത്ത് കൊണ്ടും നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തരട്ടെ. ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ, ജീവിതത്തിൽ ബർക്കത്ത് നൽകട്ടെ. ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കുവാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് കൂടുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.